വെൽക്കം ബാക്ക് ടു രേഷ്മ ജർമ്മൻ വൈബ്സ്. ഇന്ന് ശരിക്കും ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. എന്റെ കാര്യം എന്ന് വെച്ചാൽ ശരിക്കും അവിടെ നാട്ടിലെത്തി, പക്ഷെ എന്റെ ഫാമിലിക്കാരും കൂടെ ഞാൻ നാട്ടിലെത്തിയ കാര്യം അവർക്ക് ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇത് എന്റെ ഫ്രണ്ട് ശ്രീജു. യവന് വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ്. ശരിക്കും കല്യാണ സമയത്ത് എനിക്ക് എത്താൻ പറ്റൂല, കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ലേറ്റ് ആയിപ്പോയി. സോറി, എനിക്ക് ഷൂട്ടും തിരക്കൊക്കെ ആയിട്ട് ഞാൻ ഇച്ചിരി ഡിലേ ആയിപ്പോയി. ഒന്നിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ പിന്നെ ആലോചിച്ചു കാര്യം എനിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോകണല്ലോ, അല്ലെങ്കിൽ അവിടെ കെട്ടിയവൻ കെട്ടിത്തിരിക്കാനുള്ളതാണ് എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇച്ചിരി സത്യം ഞാൻ അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പോയി റെഡിയായി. എന്റെ സഹോദരി താമസിക്കുന്ന അവിടെ ചെന്നിട്ട് അവളാണ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. എല്ലാരും കൂടെ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഫ്രഷ് ആയി ഞങ്ങൾ ഇറക്കി വരുന്ന ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ടും ഞാൻ മാക്സിമം സ്പീഡിന് വരുന്നുണ്ട്. തെറ്റി വരും, അത് ഇവിടായി അടയ്ക്കുന്നുണ്ട്. ഇവിടെ അടങ്ങി കാര്യമൊക്കെ വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നത്. എന്റെ പറ്റി അവൾ അടയ്ക്കണ്ടേ? ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാല് ഞാൻ ഇത്രയും കാലം ഇരുന്നിട്ട് ജർമ്മനി ഇരുന്നിട്ട് നമ്മൾ 10-16 വർഷത്തെ റിലേഷൻഷിപ്പാണ്. എന്നിട്ട് നിനക്ക് ഒരു പെറ്റി വന്ന് അടക്കാനുള്ള പൈസ പറഞ്ഞ നിന്റെ അല്ലേ ശ്രീജു? ഒരു പെറ്റിയാണെങ്കിൽ ഞാൻ അടയ്ക്കാം, ഒന്നും കൂടെ എന്തായാലും നിന്റെ ഫാമിലിക്ക് കിട്ടുന്ന സർപ്രൈസ് ആയിരിക്കും. കാണാൻ കൂടെ തന്നെയാണ് ഞാൻ കൂടെ വരുന്നത്. പിന്നെ എവളായതുകൊണ്ട് വിളിച്ചാൽ വേറെ ആരും പോകാനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ സത്യമുണ്ട്. കൊല്ലാനാണ് വളർത്താനാണെന്ന് ആർക്കറിയാം. അതുകൊണ്ട് ആരും പരിധപ്പെട്ട വിശ്വസിച്ച് പോകും. 9ാം ക്ലാസ് 8ാം ക്ലാസ് ഇത്രയും നാള് നമ്മളത് ബ്രേക്ക് ചെയ്യാതെ കൊണ്ടുപോയിട്ട്. അതെ, അപൂർവം ചില കൂട്ടുകാർ മാത്രമേ ഉള്ളൂ എനിക്ക്. ഒന്ന് ഇവള്, ഒന്നെന്റെ അളി ശ്രീജിത്ത്, അളി ഐവി. ഇവർ രണ്ടുപേരുമാണ് നിലവിൽ എന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളതും ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നതും എന്നെ വിളിക്കുന്നതും. അല്ലെങ്കിൽ ഞാൻ കഴിച്ചോ, ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് ആ ഒരു കമ്പനി എത്രത്തോളം വലുതാണ്. ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഐവിയൊക്കെ എന്നെ വിളിക്കും. അവളെ എവിടാ അങ്ങനെയൊക്കെ ഞാൻ അവനെയും വിളിക്കും. ഞാൻ ഇപ്പൊ വരുന്ന എറണാകുളത്തേക്ക് വരുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ അവനെയും ചേച്ചിയൊക്കെ കണ്ട് സംസാരിച്ചിട്ടാണ് വന്നത്. അതുപോലെ തന്നെയാണ് നീയും ഇപ്പൊ ജർമ്മനി പോയെന്ന് പറഞ്ഞാൽ നീ എത്ര ജർമ്മനി പോയത്. എനിക്ക് നീ 9ാം ക്ലാസ്സിൽ ഫസ്റ്റ് ശ്രദ്ധിച്ച കാര്യം എന്റെ ദൈവത്തിനാണ്. ഞാൻ 6ാം ക്ലാസ് വരെ രാമോറ സ്കൂളിൽ പഠിച്ചിട്ടാണ് ഞാൻ ആദ്യമാണ് സ്കൂളിൽ പോകുന്നത്. ആദ്യമാണ് സ്കൂളിൽ പോയി 7ാം ക്ലാസ് വരെ. എന്റെ രാമോറ സ്കൂളിൽ 7ാം ക്ലാസ് വരെ ഉണ്ട്. അപ്പൊ ഞാൻ 1ാം ക്ലാസ്സിൽ ചേർന്ന സമയത്തോ അല്ലെങ്കിൽ ഞാൻ ചെന്ന ഒരു പുതിയ സ്കൂളിൽ ചേർന്ന സമയത്തോ ഞാൻ ക്ലാസ്സിൽ കയറുന്ന സമയത്ത് ചെരുപ്പൂരിയിട്ട് കയറി പോയിട്ടേ ഇല്ല. ഞാൻ ആദ്യമായിട്ട് ഞാൻ നോക്കുമ്പോ 9ാം ക്ലാസ്സിലേക്ക് 2 ന്യൂ അഡ്മിഷൻ വരുന്നു. ഒന്ന് ഇവളും ഒന്ന് ഇവളുടെ കൂട്ടുകാരി സൗമ്യ എന്ന് പറഞ്ഞൊരു കൊച്ചു. ഞാൻ നോക്കുമ്പോ പ്യൂൺ വന്നിട്ട് പറയാണ്, ടീച്ചറെ 2 പുതിയ അഡ്മിഷൻ ഉണ്ട്. എന്റെ ഭ്രാന്താശുപത്രിയിലേക്ക് പറയുമ്പോൾ 2 പുതിയ അഡ്മിഷൻ ഉണ്ട് വരാൻ പറയും. ടീച്ചർ വന്നു പറഞ്ഞേ, മനോജ് സാറല്ലായിരുന്ന? മനോജ് സാറായിരുന്ന ശുഭ ടീച്ചറായിരുന്ന? ശുഭ ടീച്ചറായിരുന്നു. ശുഭ ടീച്ചർ വന്നിട്ട് വരാൻ പറയുന്ന വന്നു. നോക്കുമ്പോ ഇവളെ കൂട്ടുകാരി സൗമ്യയും കൂടെ. സൗമ്യ കൂളായിട്ട് കയറി വന്ന് ആ ക്ലാസ്സിനകത്തോട്ട്. ഞാനൊക്കെ ഇവള് ക്ലാസ്സിലെ ഫ്രണ്ട് ഡോറിന്റെ അവിടെ ചെരുപ്പൂരിട്ടിട്ട് 3 പ്രാവശ്യം തൊട്ട് തൊഴുത് കയറി പഠിച്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇല്ല വേണമെങ്കിൽ അടുത്ത വീഡിയോയില് കോൺഫറൻസ് കോൾ ഇട്ട് എന്റെ കൂടെ പഠിച്ച ബാക്കിയുള്ള പിള്ളേരെ ഇനി എത്ര എണ്ണം ഉണ്ടോ അത്രയും എണ്ണത്തിന്റെ നമ്പർ ഞാൻ ഒപ്പിക്കാം. അവന്മാരെ കൊണ്ട് ഞാൻ പറയിച്ചില്ല. സീരിയസ് ആയിട്ട് പറയുകയാണ്. കാല് തൊട്ട് തൊഴുത് തറ തൊട്ട് തൊഴുത് കയറി വന്ന് ആ വർഷം പോലുള്ള എല്ലാ പരീക്ഷയും താക്കുകയും ചെയ്തു. പിന്നെ ആ ക്ലാസ്സിൽ പാടാറിയെന്നുള്ള ലിബിനെ മാത്രമേ ഉള്ളായിരുന്നു. ലിബിനൊക്കെയാണ് നമ്മൾ കൂടുതൽ പാട്ടിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ലിബിനെയാണ് പാടിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ വന്ന് പിന്നെ ഇവള് പാട്ടുകാരിയായി. പിന്നെ ഇവളുടെ പാട്ടിനെ പറ്റി നമ്മൾ കളിയാക്കലായി. എന്താ അന്ന്
വേറെ രസമുണ്ട്. ഞാനിപ്പോ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പൊ ഞാൻ ഈ ഐറ്റം വേറെ അങ്ങനെ ഇങ്ങനെ കുറെ പരിപാടികളൊക്കെ ആയിട്ടൊക്കെ പോകുന്നതുകൊണ്ട് പല പിള്ളേർ കുറച്ചുകൂടി എന്നെ കൂടെ പഠിച്ച പിള്ളേർ അയ്യോ ഇവൻ നമ്മുടെ സ്കൂളിൽ പഠിച്ചതാണ് എന്നുള്ളൊരിത് ലേബലിലെങ്കിലും എന്നെ നോക്കുന്നുണ്ട്. ഇതിലൊന്നും പോവാത്ത സമയത്ത് ഞാൻ പേര് പറയുന്നില്ല, നമുക്കറിയാന്നുള്ള ആ സ്കൂളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു 2-3 കുട്ടികൾ ഒരു ബെസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിന്ന സമയത്ത് ഞാനും എന്റെ വേറെ സുഹൃത്തുക്കളും സംസാരിക്കുന്നത് അവർക്ക് മിണ്ടാൻ പോലും താല്പര്യമില്ലായിരുന്നു. വളരെ സീരിയസ് ആയിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്നെ സംബന്ധിച്ച് എനിക്ക് സ്കൂളിലെ ഫ്രണ്ട്സ് പോകുന്നതിന് അത്രത്തോളം വലുതാണ്. മിണ്ടാൻ മടിയായി. അല്ല അവരെ ഇവനെ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ അത് ഇത് എപ്പോഴെന്ന് പറഞ്ഞുതരാം. +2 ഒക്കെ കഴിഞ്ഞുതരാം. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് ഒരു 10, 21, 22 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് അവരെ പോയി രൂപമാറ്റം കൊണ്ടെങ്കിലും. പക്ഷെ ആ സമയം സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് ഭയങ്കര കമ്പനിയായിരുന്നു ഇവര്. ഭയങ്കര കമ്പനിയാണ്. ഞങ്ങളുടെ ഓർമ്മ ഉണ്ടാ ശ്രീജു ആണെന്ന് ശരി ശരി അവരോട് പോയ അത് ക്ലാസ് ശരി താല്പര്യമില്ല. ഒരാൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നമുക്ക് അവരെ ഫേസ് കാണാൻ ഇത് വെച്ചിട്ട് ഞാൻ എനിക്ക് വിഷമായിപ്പോയി. ഇത് ആരോട് പറഞ്ഞിട്ടുണ്ട് നമ്മള് വേറെ വൈവല്ലടി. ഇനിയിപ്പം മാപ്പിള കാണപ്പോ എന്തരാവും ആരുടെ ചോദിച്ചിട്ടടി നാട്ടിൽ വന്ന കാര്യം ചോദിച്ചാൽ തീർന്നു. അപ്പോഴാ ഫ്ലൈറ്റ് റിവേഴ്സ് എടുത്തിടണം. നമ്മള് മെയിൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വിളിക്കുന്ന കാര്യം എന്താ അറിയാമോ? നമ്മൾ എന്ത് പറയാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് വിളിക്കണേ? കുറച്ച് ഇച്ചിരി തുടയും അങ്ങോട്ടും ഇങ്ങോട്ട് പറയും. മെയിനായിട്ട് ഞാന് എടാ ആളാടാ ശരിയാണാടാ അയ്യോ അത് എത്ര കേസുകൾ. ചിലപ്പോ നമുക്കൊരു ചെറിയൊരു സംഭവം ഗ്രൂപ്പിലോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിൽ പറഞ്ഞത് എന്താണെന്ന് അറിയാൻ നീ വിളിക്കുന്നത്. പിന്നെ ആ കോള് കട്ടിയെന്ന് പറഞ്ഞാൽ 1-2-3 മണിക്കൂർ സംസാരിക്കും. എന്താ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞൂടാ. പറഞ്ഞു തുടങ്ങുന്ന കടലിലായിരിക്കും എന്ന് നിൽക്കുന്ന അമേരിക്ക. ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉള്ളത് എനിക്കൊരു ഇതാണ്. അതെ എടാ നീ ഇപ്പൊ നമ്മൾക്ക് അഭിമാനമല്ലേടാ നമ്മളെ ബാച്ചിന് തന്നെ നമ്മൾ പഠിച്ച പിള്ളേർക്ക്. ഇതിപ്പോ ശ്രീജു എന്ന് പറഞ്ഞ ആരെങ്കിലും മാറ്റി നിർത്തും. പരിപാടി കണ്ടിട്ട് നീ സത്യം പറഞ്ഞാൽ നീ എന്റെ ഏറ്റവും വലിയൊരു പറഞ്ഞാൽ എനിക്ക് ഫോണിലെ പരിപാടി, എനിക്ക് കോള് വിളിക്കുക, വാട്സാപ്പിൽ കയറി ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ എന്റെ യൂട്യൂബിലെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് കാണുക അല്ലെങ്കിൽ അതിനെ പോസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള ഇതൊക്കെ എനിക്ക് അവിടെ നിന്ന് പറഞ്ഞു തരണം. നീയാണ് ആ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. എന്തുകൊണ്ട് എനിക്കൊരു മുതൽ കൂട്ടാണ്. എനിക്ക് ഇതിനെ പറ്റി ഒരു ധാരണ ചെയ്യണം എന്നുള്ള ആഗ്രഹം തീരങ്ങപ്പം കണ്ട ഇതൊക്കെ ഞാൻ പഠിക്കുന്നതേ ഉള്ളൂ നിനക്ക് ഡ്യൂട്ടി. അത് കഴിയുമ്പം ചവിട്ടി ഇറക്കും ഞാൻ എന്നെ. ഇവിടെ എത്തിയെന്ന് കേട്ട് കഴിഞ്ഞാൽ കണ്ണൂർ മേഖലയിലാണ് നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു 56 കിലോമീറ്റർ സഞ്ചരിക്കണം ഈ സ്ഥലത്തേക്ക് എത്താൻ. ഞാൻ ഷൂട്ട് ചെയ്ത് തരാം കേട്ടോ. കാര്യം എനിക്കിതൊക്കെ ഇഷ്ടമുള്ള കാര്യം. കാര്യം 2 വർഷം മനസ്സമാധാനം ജീവിതത്തിലും മറ്റെന്റെ മനസ്സമാധാനം ഒരു മാസത്തേക്ക് പോകുന്ന കാണുക എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ശരിക്കും വീഡിയോ കാണുമ്പോ എല്ലാരും ഞെട്ടും. ഒരിക്കലും ഞാൻ ഭയങ്കര ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? തകർത്ത് കാര്യം. ഓരോ ഫോൺ കോൾ മക്കളെ കല്യാണം തുടങ്ങാൻ സമയമായി, മുഹൂർത്തത്തിന് സമയമായി, വീഡിയോ കോൾ വന്നാൽ നമുക്ക് കല്യാണം വേണ്ടമ്മ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്ന് കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള മാരക പെർഫോമൻസുകൾ കാരണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. കണ്ണ് നിറയുന്ന അത്ഭുതകരമായ കുറെ കാഴ്ചകളും വെട്ടിത്തെരിപ്പും കോരിത്തെരിപ്പും കുറച്ച് നിമിഷങ്ങളുമായിട്ട് രേഷ്മ ജർമ്മൻ ബ്ലോഗ്സ് ഉടൻ ആരംഭിക്കും. ആൾക്കാരെ
പറഞ്ഞില്ല സർപ്രൈസ്. ഞെട്ടിയില്ലേ? പിന്നെ എല്ലാം ചുമ്മാ അല്ലേ ഇവള് വീട്ടിൽ പട്ടി. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ബിസിയാണ്, ഞാൻ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, തിരക്കാണ്. പെണ്ണും ചെറുക്കനും കാരണം നിങ്ങൾ ഇതിനകത്തിരിക്കുന്ന കണ്ടിട്ടുണ്ട്. മുന്നേ പോയി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ പറയണ്ടെന്ന് പറഞ്ഞു.